ഞാൻ പല ക്ലാസ്സുകളിലും ഞാൻ പഠിക്കാൻ ഇവിടെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എനിക്ക് തോന്നിയത്, നമ്മൾ ഇവിടുന്ന് സാറ് പറഞ്ഞു തരുന്ന കാര്യം നമ്മൾ ഒരവസരം കിട്ടുന്ന സമയത്ത് നമുക്ക് അതുപോലെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം എന്നുള്ളത് കൂടിയാണ് എനിക്ക് ഓർമ്മപ്പെടുത്താൻ. എനിക്കങ്ങനെ ഇവിടെ ക്ലാസ്സിന് വന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഒരു പരിപാടി ഒരുപക്ഷെ ഇവിടെ പരിശീലിക്കാൻ വരുന്ന വ്യക്തികളാണ്. ഒരുപക്ഷെ ഒരു പരിശീലനം ഒന്നും കിട്ടാത്തൊരു വ്യക്തിക്ക് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം അവരെ ഒന്ന് വിളിക്കണം സ്റ്റേജിലേക്ക്, ഇതിനെക്കുറിച്ച് നിങ്ങൾ 2 വാക്ക് സംസാരിക്കണമെന്ന് അവരോട് പറയുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ ആ സദസ്സിൽ നിന്ന് എണീറ്റ് വരാൻ ഒരുപക്ഷെ പേടിയായിരിക്കും. ഒരുപക്ഷെ ഇങ്ങനെ പരിശീലനം കിട്ടിയ ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ അവരാ സദസ്സിൽ നിന്ന് എണീറ്റ് വരും. അത് നമുക്ക് ഇങ്ങനെ ഒരു പരിശീലനം കിട്ടിയതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ധൈര്യമാണ്. അതുപോലെ തന്നെയാണ് അങ്ങനെ പരിശീലനം കിട്ടാത്തൊരു വ്യക്തി സ്റ്റേജിൽ വന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ അവരാ പരിപാടിയെക്കുറിച്ച് ഇങ്ങനെയാണ് പരിപാടി, കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞാണ് പോകും. ഒരുപക്ഷെ നമ്മൾ പരിശീലനം കിട്ടിയൊരു വ്യക്തി സാർ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം നമസ്കാരം എന്ന് പറഞ്ഞ് നമ്മളെ പേരൊക്കെ പറഞ്ഞ് നമ്മൾ ആ വിഷയത്തിലേക്ക് പരിപാടി നല്ല രീതിയിൽ നടന്നുന്നുള്ള ഒരു ഒഴുക്കുണ്ടാവും, ഒരു പന്തൽ കിട്ടുന്നത് പോലെയാണ്. അതില്ലാത്തൊരു വ്യക്തി നേരെ പറഞ്ഞങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഈ പ്രസംഗകല നമ്മൾ പരിശീലിക്കുന്ന ഒരു വ്യക്തിയും അല്ലാത്ത ഒരു വ്യക്തിയുമുള്ള തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ പ്രസംഗ പരിശീലനം എന്നുള്ളത് നമ്മൾ പഠിച്ചെടുത്താൽ നമ്മളൊരു ഗ്രൂപ്പിൽ ഒന്നും വേണം, നമ്മൾ കുടുംബ ഗ്രൂപ്പിലൊന്നും നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ നമസ്കാരം എന്ന പേര് ഞാൻ ഇന്ന ആളാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും നമ്മൾ അതിൻ്റെ ഒരു ഒഴുക്കിലൂടെ പരിചയപ്പെട്ട് അങ്ങനെ ആ വിഷയം പറഞ്ഞ് സംസാരിച്ച് അവസാനിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വിലയുണ്ട്, നമ്മളുടെ ഒരു മാറ്റം മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അത് ഈ ബ്രൈറ്റ് അക്കാദമിയിൽ നിന്ന് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്, എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശക്തിയുള്ള ഒരു കലയാണ് പ്രസംഗകല എന്ന് പറയുന്നത്. ജനങ്ങളെ തൻ്റെ കീഴിൽ അണിനിരത്താനും അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്ന് അധികാരം പിടിച്ചെടുക്കാനുമൊക്കെ കഴിവുള്ള ഒരു കലയാണ് പ്രസംഗകല എന്ന് പറയുന്നത്. പ്രസംഗകല അഭ്യസിക്കുക എന്നത് ഇക്കാലഘട്ടത്തിൽ ഒരു അനിവാര്യമായ ഘടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, പ്രസംഗം അത് ഉപയോഗിക്കുന്ന രീതിയിൽ നല്ലതിനായാലും ചീത്തതിനായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹിറ്റ്ലറെ പോലുള്ള ആളുകൾ ഈ പ്രസംഗവൈഭവം ഒരു വംശത്തിൻ്റെ നാശത്തിന് തന്നെ കാരണമായിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അബ്രഹാം ലിങ്കൺ, മഹാത്മാഗാന്ധി, അങ്ങനെ തുടങ്ങിയ നിരവധി പ്രഗത്ഭരെ ജനങ്ങളുടെ മോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ ചരിത്രവും നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രസംഗം കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അഭ്യസിക്കേണ്ട ഒന്നാണെന്നാണ്. ഞാൻ ഏകദേശം 1 വർഷത്തോളമായി ഇവിടെ അഡ്മിഷൻ എടുത്തിട്ട് അതിനുശേഷം തുടർച്ചയായിട്ട് 2 മാസം തുടർച്ചയായി ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതിൻ്റേതായ ഗുണവും എനിക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇവിടെ വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു പ്രസംഗപീഠത്തിന് മുന്നിൽ നിൽക്കുന്നത് ആലോചിക്കുക പോലും വയ്യാത്തൊരു സ്ഥിതിവിശേഷം നിന്ന്
ഏത് സ്റ്റേജിലും കയറി നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ളൊരു ആർജവം എനിക്കുണ്ടായിട്ടുണ്ട്. അതിന് തീർച്ചയായും ഞാൻ ഈ ബ്രൈറ്റ് അക്കാദമിയോടും ഫൈസൽ സാറിനോടും കടപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബാലേന്ദ്രൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ സ്വദേശിയാണ്. ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് 2 മക്കളും ഭാര്യയും അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ആദ്യം മുതലേ ഇങ്ങനെ ഒരു പ്രസംഗ കല അഭ്യസിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരുപാട് അന്വേഷണക്കൊടുവിലാണ് ഞാൻ ഈ വളാഞ്ചേരിയിലുള്ള ബ്രൈറ്റ് അക്കാദമിയിൽ എത്തിച്ചേർന്നത്. അതൊരിക്കലും ഒരു നഷ്ടമായിട്ടില്ല എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇത് കേരളത്തിലെമ്പാടും നിരവധി പ്രസംഗ പരിശീലന കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസത്തിന് 3000, 5000, 10000 ഒക്കെ നടത്തുന്ന പ്രസംഗ പരിശീലന പരിപാടികളുണ്ട്. ഉറപ്പായും നിങ്ങളെ ഒരു ദിവസം കൊണ്ട് പ്രസംഗ പരിശീലനം അഭ്യസിപ്പിച്ച് വിടുന്നൊക്കെ പറഞ്ഞിട്ടുള്ള തേനിൽ പുരട്ടിയ പരസ്യങ്ങളോട് കൂടിയ വാഗ്ദാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ തീർച്ചയായും ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഇതൊരു പ്രസംഗ പരിശീലന കേന്ദ്രം മാത്രമല്ല, നമ്മളൊരു കൂട്ടായ്മയാണ്. എല്ലാവിധത്തിലും ഇവിടെ മിക്കവാറും പരിശീലനത്തിനെത്തുന്നത് ഒരു ആവറേജ്, ഒരു മിഡിൽ ഏജ് ആൾക്കാരാണ്. അവരൊക്കെ അവരുടെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഇങ്ങനെയൊരു കൂട്ടായ്മയിൽ ആഴ്ചയിൽ ഒരു ദിവസം കൂടുക എന്നത് തന്നെ വളരെ കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ടൂർ പ്രോഗ്രാം സംഘടിപ്പിച്ചു. പിഞ്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആ യാത്രയുടെ സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ചിട്ടാണ് പിരിഞ്ഞു പോയത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ബ്രൈറ്റ് അക്കാദമിയുടെ പ്രാധാന്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടി പറയുന്നില്ല. ഇനി ഇവിടെ ആളുകൾ സംസാരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.